ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇവിടെ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ. ഞാൻ വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോൾ തന്നെ തകർത്ത് വെച്ച് മഴ പെയ്യാണ്. അപ്പോൾ എന്നെ മാക്സിമം ഒച്ചത്തിൽ ഞാൻ പറയാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം, എങ്കിൽ നമ്മൾ ഒരാളുടെ ഡ്രസ്സിങ്ങിലാണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരാൾ നന്നായിട്ട് വെച്ചാൽ നല്ല ഡ്രസ്സ് മോശം ഡ്രസ്സ് എന്നല്ല, പക്ഷെ സെലക്റ്റീവ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരെ നമ്മൾ ഭയങ്കരമായിട്ട് എപ്പോഴും ഓർത്തിരിക്കുക. നമുക്ക് അവരോട് ഭയങ്കര മനസ്സിലായി. അപ്പോൾ ഞാനൊക്കെ പറയും, നല്ല ആ കോളേജിലൊക്കെ വെച്ചിട്ട് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്ന വെച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ അവിടെ നമ്മൾ അന്ന് കണ്ട ആ ഡ്രസ്സ് ഇട്ട ആളിൽ നിന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാറുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഇപ്പൊ നമുക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് ചേരുന്നില്ല, എനിക്ക് അങ്ങനത്തെ ടോപ്പ് ചേരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞില്ല, നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ചാണോ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് നോക്കാം. വേറെ കാര്യം എടുത്ത് പറയാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാവുന്നതാണ്. നമ്മൾ ആരുടെ ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടോ, നമുക്ക് ഇട്ടിട്ട് ഓക്കെ ആണോ, അപ്പൊ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാവുന്നതാണ്. അപ്പൊ നമുക്ക് എത്ര സ്റ്റൈലായിട്ട് നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡ്രസ്സ് നമുക്ക് ചേരുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് എങ്ങനെ ഡ്രസ്സ് ചെയ്യാമെന്നൊരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡി ടൈപ്പിനനുസരിച്ചാണോ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഏത് ബോഡിയാണ് നമ്മുടെ ബോഡിയുടെ ടൈപ്പ് ഏതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന് വേണ്ടത് ആദ്യമായിട്ടൊരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. അതായത് നമ്മൾ സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അളവെടുക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ, അതെടുത്തൊരു ടേപ്പ് എടുക്കുക. ഇനി ഞാൻ പറയുന്ന സാധനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് ആദ്യമായിട്ട് നമ്മുടെ ഷോൾഡറിന്റെ സൈസ്, നമ്മുടെ ഷോൾഡറിന്റെ അളവൊന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ്റ്റിന്റെ സൈസ് ഒന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വേസ്റ്റിന്റെ സൈസ് എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിന്റെ സൈസ് എഴുതി വെക്കുക. അപ്പൊ ഇത് നാല് നമ്മളൊന്ന് നോട്ട് ചെയ്യാം. ഇനി ഞാൻ പറയുന്ന ടൈപ്പ് ഓഫ് ബോഡീസ് വെച്ചിട്ട് ഇതിൽ നിങ്ങൾ അളവ് നോക്കിയിട്ട് നിങ്ങളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. എന്നിട്ട് നമ്മുടെ ടേപ്പ് എടുത്തതെല്ലാം മെഷർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സൈസ് എന്ന് പറയുന്നത്, ആദ്യത്തെ നമ്മുടെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഹവർ ഗ്ലാസ് അല്ലെങ്കിൽ ഹവർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ടൈപ്പാണ്. ഇതിൽ നമ്മുടെ ബെസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പും എന്ന് പറയുന്നത് ഭയങ്കര സെയിം ആയിരിക്കും. ബെസ്റ്റും ഹിപ്പും സെയിം സൈസ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വേസ്റ്റ് ചെറുതാണ്. അപ്പൊ നമ്മൾ വേസ്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് സെയിം ഒരേപോലെ ആക്കാനായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ നമ്മുടെ വേസ്റ്റിന്റെ അവിടെ ഒരു ബെൽറ്റ് മോഡൽ വരുന്നത്, നമ്മുടെ ടോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ഒരു ബെൽറ്റ് വരുന്നതായിട്ടുള്ള രീതിയിലുള്ള ടോപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഓവർ ഗ്ലാസ് ടൈപ്പ് ഓഫ് ബോഡി ഉള്ളവർക്ക് നമുക്ക് വേസ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഭാഗ്യം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡി ചെറുതായിരിക്കും, നമ്മുടെ ലോവർ ബോഡി ആയിരിക്കും വലുത്. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഷോൾഡർ ആണ്. ഷോൾഡർ നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതായത് നമ്മുടെ അപ്പർ ബോഡി ആയിരിക്കണം നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട പോർഷൻ. ഇത്തരം ടൈപ്പ് ഓഫ് ബോഡി തന്നെയാണ് ട്രയാങ്കിൾ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ ആപ്പിൾ ബോഡി ടൈപ്പ് ആണ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ആപ്പിൾ ഷേപ്പിൽ ഇരിക്കും നമ്മളുടെ ബോഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മിഡ് സെക്ഷൻ ആണ് ഇങ്ങനെ ആപ്പിളിന്റെ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മിഡ് സെക്ഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു കുടുക്ക പോലെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ മിഡ് സെക്ഷൻ നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക. ഇത്തരം ആപ്പിൾ ബോഡി ടൈപ്പ് ഉള്ള ഒരു വീനക്ക് തരത്തിലുള്ള വീനക്ക്, അതേപോലെ കുറച്ച് കഴുത്തിറങ്ങിയ ടോപ്സ് ഒക്കെ ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കഴുത്തിറങ്ങിയ ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഹൈനക്കുള്ള ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് ഒരേ ഷേപ്പിലങ്ങായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ മിഡ് സെക്ഷൻ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതെ കുറച്ച് വീനക്കുള്ള ടോപ്പൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെയാണ് ആപ്പിൾ ബോഡി ടൈപ്പ് ഉള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ ബോഡി ഷേപ്പാണ്. ഈ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ഭയങ്കര ഒരു അവസ്ഥയിൽ ആയിട്ടുള്ളൊരു ബോഡി ഷേപ്പാണ്. അപ്പം നമ്മളുടെ നമ്മുടെ ഷോൾഡറും നമ്മുടെ വേസ്റ്റും നമ്മുടെ ഹിപ്പും ബസ്റ്റും എല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കേവ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു കേവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഒതുങ്ങിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ കുറച്ച് ഒതുങ്ങിയ ഡ്രസ്സൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. നമ്മളിവിടെ ആദ്യം നേരത്തെ പറഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ഇങ്ങനെ കെട്ട് പോലുള്ളതോ അല്ലെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും ബെൽറ്റ് വരുന്ന ഡ്രസ്സൊക്കെ നമ്മൾ ടോപ്പിലായാലും ലോങ് ടോപ്പിലായാലും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഫുൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് റെക്ടാങ്കിൾ ബോഡി ഷേപ്പ്, ഒരു ബോഡി ടൈപ്പ് ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു.
അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ ബോഡിയാണ് ചെറുത്. അപ്പൊ ഇതിന് നേരെ തിരിച്ചാണ്, നമ്മുടെ അപ്പർ ബോഡി വലുതും നമ്മുടെ ലോവർ ബോഡി ചെറുതുമായിരിക്കും. അപ്പൊ നമ്മൾ ഇത് തമ്മിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മളുടെ അപ്പർ ബോഡിയിലെ സെയിം നമ്മുടെ ലോവർ ബോഡി ബാലൻസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മുടെ ലോവർ ബോഡി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഡ്രസ്സസ് ധരിക്കുക. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ അനുസരിച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ബോഡി ടൈപ്പിന് ചേരുന്ന ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് നോക്കുന്ന പിൻട്രസ്റ്റ് നോക്കുക. പിൻട്രസ്റ്റിനകത്ത് നമ്മുടെ ബോഡി ടൈപ്പ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടൈപ്പിനെ പറ്റിയ ഡ്രസ്സ് അതിനകത്ത് ഇങ്ങനെ കാണിക്കും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് തന്നെ ഒരുപാട് നമ്മളുടെ ബോഡി ടൈപ്പ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്ന എങ്ങനെയാണ് അത് നിങ്ങളൊരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക, നിങ്ങളുടെ ബോഡി നന്നായിട്ട് നോക്കുക. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ മഴ തോന്നി. ഗുഡ്. അപ്പം നിങ്ങളുടെ ബോഡി നന്നായിട്ട് നോക്കുക. അപ്പം നിങ്ങളുടെ ഏത് ബോഡി ടൈപ്പാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ മാത്രം ഡ്രസ്സ് ചെയ്യുക. അതുപോലെ പിൻട്രസ്റ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിൻട്രസ്റ്റിനകത്തൊക്കെ കുറേ ഞാൻ നമുക്ക് ഏത് ഡ്രസ്സാണ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്തൊരു ഐഡിയ ഉണ്ടാവും. നമുക്ക് ചില ഡ്രസ്സിൻ്റെയൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതിനകത്ത് കുറേ റെഫറൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. നമുക്ക് അതൊക്കെ കണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ പറയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടുപോകുമ്പോൾ ലൈക്ക് ചെയ്ത് പോവുക. അപ്പോൾ ടാറ്റ ബൈ.